ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഓൾ ഇന്ത്യ ട്രിപ്പിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ 6ാമത്തെ ദിവസമാണ്. ഇപ്പോൾ നമ്മൾ ഹംപിയിലാണുള്ളത്. അടുത്ത് നമ്മൾ ഔറംഗാബാദിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ രാവിലെ ഇറങ്ങിയാലും രാത്രി അവിടെ എത്തില്ല, നാളെ എത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ കാണാം. ഇന്നലെ ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. ഇതൊരു ഹോം സ്റ്റേ ആണ്. കുഴപ്പമില്ലായിരുന്നു. ഇച്ചിരി റേഞ്ചിന് ഹോം സ്റ്റേ തന്നത്. ഇതെന്തോ നമ്മുടെ അവിടെ ഇതിൽ ഷോയ്ക്കൊക്കെ കൊണ്ടുപോകില്ലേ, ഉണ്ടാവേ അതുപോലെ കെട്ടി ഉണ്ടാക്കിയേക്കണം. എന്തോ എന്നാ हमारा नाम आपका नाम? इसका हुकनपल्ली हुक्कमपल्ली अല്ലേ? आपका नाम है? आपका नाम दोडेश ദുഡ്ഡേഷ്. കുമ്പള്ളി എന്നാണ് ഈ ബസാറിൻ്റെ പേര്. We are from Kerala. केएल का पास Kerala. അത്യാവശ്യം വലിയൊരു മാർക്കറ്റാണ് കേട്ടോ ഇത് ഇവിടെ കാണുന്ന കൂടാതെ അങ്ങ് ബാക്ക് വശത്തേക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോഴേ കാളയുടെ മേത്ത് കെട്ടുന്നതും കാളവണ്ടി കെട്ടുന്നതും അങ്ങനെയുള്ള അലങ്കാര വസ്തുക്കളൊക്കെ ഉണ്ട്. പിന്നെ ചെറിയ ഫുഡ് ഐറ്റംസൊക്കെ വെക്കുന്നുണ്ട്. ചന്തയിൽ വന്നവർക്ക് ആടിനെ കച്ചവടം ചെയ്യുന്ന സ്പോട്ടിൽ തന്നെ മുട്ടനാടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടം ചെയ്യുന്ന ജീപേ ഒന്നുമില്ല, ഓൺലി ക്യാഷ്. ആടുകളെയൊക്കെ കച്ചവടം ചെയ്യാനും ഒക്കെ കൊണ്ടുവന്നേക്കണെയാണ്. ഈ വണ്ടികളൊക്കെ ആടുകളെയും കാളകളെയൊക്കെ കൊണ്ടുവന്ന് ഇറക്കിയതാട്ടോ. അപ്പോൾ അങ്ങ് ബാക്ക് വശത്തേക്ക് കാളകളെയൊക്കെ വിൽക്കുന്നുണ്ട്. അതൊന്നും പക്ഷെ ഞങ്ങൾ വീഡിയോ എടുത്തില്ല കേട്ടോ. അങ്ങോട്ട് ചെന്നപ്പോഴത്തേനും കുറേ കൊമ്പമീശക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പേടി തോന്നി. പിന്നെ ഞങ്ങൾ വന്നു. പിന്നെ ഇത് അവരുടെ കൃഷിയിടങ്ങൾ തിരിക്കുന്ന വേലിയാട്ടോ. അത് ഇവിടെ പല റേറ്റിൽ പലതരത്തിലുള്ള വേലികൾ അവൈലബിളാണ്. പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും പിന്നെ ഇവിടെ കൂടുതൽ ഇവരുടെ കാളവണ്ടികൾ അലങ്കരിക്കൽ, കാളേനെ അലങ്കരിക്കൽ, ട്രാക്ടറുകൾ അലങ്കരിക്കൽ, അങ്ങനെയുള്ളത് കണ്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ.
അതൊക്കെ ഇഷ്ടം പോലെ സാധനങ്ങളാണ്. ഇത് അവർക്ക് ഭയങ്കര പ്രിയപ്പെട്ട സാധനങ്ങളാണെന്ന് തോന്നണേ. പിന്നെ ചെറിയത് ചന്തയിൽ വരുന്നവർക്ക് വിശക്കുമ്പോൾ കഴിക്കാൻ ലൊട്ടിലൊടുക്ക് ഫുഡുകളൊക്കെ ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു ബഹളമയം ആണ് ചന്ത. अब नाम मेरा फैमिली वीडियो चैनल അവർ ടോക്സ് ഇവിടെ ആൾക്കാരൊക്കെയാണ് ഭയങ്കര സന്തോഷം. ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് വിട്ടേക്കാം. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോണ വഴിക്ക് ഇങ്ങനെ കാണുന്ന കാഴ്ചകളൊക്കെ കാട്ടി ഇങ്ങനെ പോകും. ഞാനിവിടെ വന്നിട്ടുണ്ടല്ലോ, ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടൊന്നും കണ്ടതേ ഇല്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ കയറിയിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കാം കൂടുതലും ആളുകൾ ഈ അവരുടെ ചെറിയ ചെറിയ വണ്ടികളിലൊക്കെ തിങ്ങി ഞെരുങ്ങിയിരുന്നത്. ഇത് കണ്ട ഇങ്ങനെയൊക്കെയാണ് പോണത് പ്രായമായ ആൾക്കാരൊക്കെ. ഇതെന്തുവാണെന്നറിയാമോ, നമ്മുടെ കാറ്റാടിപ്പാടമില്ലേ, അതിലെ കാറ്റാടിയുടെ ആ പങ്കയില്ലേ, അതാണ് കേട്ടോ ഈ കൊണ്ട് വെച്ചേക്കണേ. ഇവിടെ എല്ലായിടത്തും കാറ്റാടിപ്പാടങ്ങളുണ്ട്. കാറ്റാടിപ്പാടങ്ങൾ എന്ന് വെച്ചാൽ ഇവർ കാറ്റ് അവൈലബിൾ ആയിട്ടുള്ള എല്ലായിടത്തും ഇങ്ങനെ നിറയെ നാട്ടിയേക്കും. എവിടെ നോക്കിയാലും കാറ്റാടി കാണാം. കണ്ടോ, ഇതൊക്കെ കൊണ്ട് ഇറക്കിയേക്കണേയാണ്. കാണുന്ന മൊത്തം സൂര്യകാന്തി പാടങ്ങളാട്ടോ. ഇങ്ങോട്ട് കയറിയപ്പോൾ ഇഷ്ടം പോലെ ഇങ്ങനെ സൂര്യകാന്തി പാടങ്ങൾ അങ്ങ് നോക്കത്താ ദൂരത്തോളം ഉണ്ട്. കണ്ടോ, ധാരാളം പാടങ്ങളാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു യാത്രയുടെ ഇടവേള ചോറിനാൻ പോവാണ്. നമുക്ക് ഹൈവേയുടെ അതെ കഞ്ഞി കുടിക്കാൻ പോവാണ്. ഈ റോഡിൻ്റെ സൈഡിൽ തന്നെ നമുക്കൊരു നല്ലൊരു മരമൊക്കെ ഉണ്ട്. ഇവിടെ മരം കണ്ട തണലൊക്കെ ഉണ്ട്. നല്ല രസമാണ്, നല്ല കാറ്റും. പിന്നെ കണ്ണത്താ ദൂരം പരന്നു കിടക്കണ കൃഷിയിടങ്ങളാണ് രണ്ട് സൈഡിൽ. കൂടുതലും മറ്റേ സൺഫ്ലവർ. കിടക്കുവാണ്. ഞങ്ങളിപ്പോൾ ഇരിക്കണോടത്ത് അപ്പുറം ഇപ്പൊക്കെ സൂര്യകാന്തി തൈകൾ നട്ടിട്ടേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ ഉരുളിട്ടേക്കുക. അടിപൊളിയാണ്, നല്ലൊരു ആംബിയൻസ് ഉണ്ട് ഇവിടെ. നല്ല കാറ്റും തണുത്ത കാറ്റും ഒക്കെ. ആവശ്യത്തിന് വെയിലും പുറത്താണ്. ഇത് മരത്തണല്, ഇത് തൊട്ടപ്പുറത്തൊക്കെ വെയിലാണ് സുഹൃത്തുക്കളെ. ഇവിടെ പാമ്പുണ്ടോ അപ്പൊ നമുക്ക് ചോറുണ്ട്, അല്ല കഞ്ഞി കുടിക്കാം. ഓക്കെ, കേട്ടോ നമ്മുടെ ബൈക്ക് അവിടെ ഇങ്ങനെ ഇരിക്കുക, റെസ്റ്റിലാണ് ബൈക്ക്. അതിനോട് തൊട്ട് ചേർന്ന് ഹൈവേ. അടിപൊളി. അവിടുന്ന് വണ്ടി
അപ്പം നല്ല രുചികരമായ കഞ്ഞിയും മുന്തി വീണ്ടും നമ്മൾ പോവുകയാണ് ഗൈസ്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് ഗൈസ്. കണ്ടോ, ഇഷ്ടംപോലെ കൃഷിയിടങ്ങളാണ് അപ്പറയൊക്കെ. ഓ, സൂര്യകാന്തി പാടങ്ങൾ കഴിഞ്ഞില്ലേ, ഇതിനൊരു ഒടുക്കമില്ലേ ഭഗവാനെ. എന്തുമാത്രം നോക്കി സുഖമുള്ള കാഴ്ചയായിരുന്നറിയാമോ. അങ്ങ് ചെന്ന് ചേരണത് വരെ ഇതിങ്ങനെ കണ്ട് അവസാനം കണ്ണിലൊരു മഞ്ഞപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തിലേക്ക് നോക്കിയാലും മഞ്ഞച്ചിരിക്കും. ഇതാണ് കേട്ടോ ആലമ്മാട്ടി ഡാം. കൃഷ്ണ നദിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. Your name? What's your My name? name is Ranjit. Insta ID? Insta ID our talks. Comfort language Telugu or Malayalam. Malayalam only. Malayalam, Hindi, thoda എല്ലാം മതി. യൂട്യൂബ് ചാനൽ है आपका? YouTube channel. ചേട്ടനെ ഞങ്ങൾ ആദ്യം റോട്ടിൽ വെച്ച് കണ്ടത്. ഞങ്ങൾ പമ്പിൽ വെച്ച് കണ്ടപ്പോൾ ചേട്ടൻ ഞങ്ങൾക്ക് ഒരു കുപ്പി വെള്ളമൊക്കെ കൊണ്ടുവന്ന് തന്ന്. केरला में कौन सा गांव भाई? केरला में कोची में चौचानिकरा टेम्पल. केरला में अय्यप्पा स्वामी वस्ता है. अय्यप्पा स्वामी में चौचानिकरा टेम्पल. पंपा गुरुवायर. ಧನ್ಯವಾದ. ಸ್ಪೀಕ್ ಇನ್ ಕನ್ನಡ. ಧನ್ಯವಾದ. ಧನ್ಯವಾದ. ഫ്രണ്ട്സ്, ഇതാണ് ഗോൽ ഗുംബസ്. ഇത് ബീജാപ്പൂർ സുൽത്താനായിരുന്ന മുഹമ്മദ് ആദിൽ ഷായുടെ ശവകുടീരമാണ്. ഇതിന് 2 പ്രത്യേകതകളുണ്ട്. ഇതിൻ്റെ താഴികക്കുടം ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റക്കൽ താഴികക്കുടമാണ്. അതുപോലെ അടുത്ത പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് ഒരു പ്രത്യേകതരം ശബ്ദം കേൾക്കുന്ന ഇടനാഴിയുണ്ട്. അതായത് ഒരു തവണ ശബ്ദമുണ്ടാക്കിയാൽ അതിൻ്റെ പ്രതിധ്വനി 7 തവണ കേൾക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഞങ്ങൾക്കിത് കാണാൻ പറ്റിയില്ല ഗൈസ്, മിസ്സായിപ്പോയി. എന്നാലും അകലെ നിന്നെങ്കിലും ഇത് കാണാൻ പറ്റിയല്ലോ. അങ്ങനെ നമ്മൾ ഓടിച്ച് ഇവിടെ ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പിൽ വന്നു. അപ്പോൾ ഇവിടെ നല്ല ഫെസിലിറ്റി ഒക്കെ ആട്ടോ. ഇവിടെ ഫ്രീ ആയിട്ട് ഇവിടെ ഡോർമെറ്ററി ഉണ്ട്. വന്ന ആൾക്കാർക്ക് ആർക്ക് വേണമെങ്കിലും താമസിക്കാം. നല്ല സ്പേസും ഉണ്ട് ഇവിടെ. നമ്മൾ ഏകദേശം ഇവിടെ നിന്ന് 50 കിലോമീറ്ററോളം ഉണ്ട് ഷോളാപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. ഇനിയിപ്പോൾ ഔറംഗാബാദിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അതിന് ഏകദേശം ഒരു 360 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ നാളെ രാവിലെ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ ഇന്ന് രാത്രി ഇവിടെയാണ് സ്റ്റേ. കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല, നല്ലൊരു ഇതാട്ടോ, നല്ല ഏരിയ ഉണ്ട്. അവർ വന്നപ്പോൾ ഡോർമെറ്ററിയൊക്കെ അടിപൊളിയാണ്. ഒരുപാട് പേർക്ക് ഇവിടെ താമസിക്കാൻ പറ്റുന്നുണ്ടോ. ഇവിടെ പൂർണ്ണമായിട്ടും ഇത് പണിത് തന്നേ ഉള്ളൂ. നല്ല അടിപൊളിയാട്ടോ, ഒരുപാട് സ്പേസും ഉണ്ട്. നമ്മൾ വന്നപ്പോൾ തന്നെ അവർ പറഞ്ഞു അവിടെ ഫ്രീ ആയിട്ട് താമസിക്കാം, നിങ്ങൾ അവിടെ സ്റ്റേ ചെയ്തോളാൻ പറഞ്ഞു. അതെ. നല്ല ക്വാളിറ്റിയുള്ള വാഷ്റൂം അവർ ചെയ്തു വെച്ചേക്കുന്നത് ഫ്രീ ഓഫ് കോസ്റ്റ്.
ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ദേ ഇവിടെ ജസ്റ്റ് അത് കാറ്റ് കൊള്ളാൻ ഇറങ്ങിയപ്പോഴത്തേക്കും ഈ ചേട്ടൻ ഇവിടുത്തെ പമ്പിൻ്റെ മാനേജറാണ്. അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരും വ്യത്യസ്ത ഭാഷകളാണ്. ചേട്ടന് കന്നഡ ആണ് ചേട്ടൻ്റെ ഭാഷ. തോടാത്തോട ഹിന്ദിയും പറയും, തോടാത്തോട. ഞങ്ങൾ തോടാത്തോട ഹിന്ദി, തോടാത്തോട ഇംഗ്ലീഷ്. ഞങ്ങൾക്കും അറിയാൻ പാടുള്ളൂ. അപ്പോൾ എങ്ങനെ മനുഷ്യരാണല്ലോ, അപ്പോൾ ഒരേ മനസ്സുള്ളവർ തമ്മിൽ കൺവേ ചെയ്യാൻ എളുപ്പമാണെന്ന് പറഞ്ഞ പോലെ ചേട്ടനും യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ചേട്ടൻ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുവാണ്, ഈ ബൈക്കിൻ്റെ മോഡൽ നിങ്ങൾ എങ്ങനെയാണ് പോണേ, എവിടെയൊക്കെ പോകുന്നുണ്ട്, അവിടെ ചെല്ലുമ്പോൾ സൂപ്പറാണോ, അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിക്കുകയാണ്. എത്ര കിലോമീറ്റർ താണ്ടിയാണ് നിങ്ങൾ പോണേ, ഒത്തിരി കാര്യങ്ങളൊക്കെ ചോദിച്ച്. അപ്പോൾ ചേട്ടൻ്റെ ഇൻട്രസ്റ്റും ഞങ്ങളുടെ ഇൻട്രസ്റ്റും ഏകദേശം ഒരുപോലെ വന്നപ്പോഴത്തേക്കും നമുക്ക് ഭാഷയൊന്നും വേണ്ട, അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാണ്. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ, ചേട്ടൻ അടിപൊളിയാണ്. ചേട്ടൻ്റെ പേരെന്ന് പറഞ്ഞേ? അപ്പോൾ ഞാൻ പറഞ്ഞു സിദ്ധു. ചേട്ടൻ്റെ വീട് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ വൈഫിൻ്റെയും മോളുടെയും അച്ഛൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ ഞങ്ങളെ കാണിച്ചു തന്നു. അപ്പോൾ ഞങ്ങളോട് ചോദിച്ചു നിങ്ങളുടെ ഫോട്ടോസ് കാണിച്ചു. അപ്പോൾ ഞങ്ങൾ കാണിച്ചു കൊടുത്തു. ഭയങ്കര എന്താ പറയണത്, ഭയങ്കര ഒരു നമ്മളൊന്നും അറിയില്ലാത്ത ആളുകളാണല്ലോ, എന്നിട്ട് നമ്മുടെ അടുത്ത് വന്ന് ഭയങ്കര സ്നേഹത്തോടു കൂടി സംസാരിക്കുന്നത് നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ ഈ യാത്രകൾ നമുക്ക് ഇങ്ങനത്തെ ഒത്തിരി അനുഭവങ്ങൾ തരുന്നുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ സന്തോഷകരമായ ഒരു അനുഭവമാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ മറക്കില്ല. ഇവിടെ മാനേജറിൻ്റെ മൂത്ത ചേട്ടനാണ്. അപ്പോൾ ചേട്ടൻ ഇവിടെ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുവാണ്. ചേട്ടന് ശരിക്കും പറഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിൽ ജോലിയുണ്ട്, സർക്കാർ ജോലിയുണ്ട്. അപ്പോൾ ചേട്ടൻ ഇവിടെ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യണേ. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ച് വന്നപ്പോഴത്തേനും മാനേജറുടെ ബിഗ് ബ്രദറാണ്. അപ്പോൾ നമ്മൾ ചേട്ടനോട് സംസാരിച്ചപ്പോൾ ചേട്ടൻ ഒത്തിരി ഇതിനെക്കുറിച്ച് ചോദിക്കുകയാണ്. നിങ്ങൾ എങ്ങനെയാണ്, എത്ര ദൂരം പോകുന്നുണ്ട്, നിങ്ങൾ എവിടുന്ന് വന്ന്, അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ചു. നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റ്, അതുപോലെ സേവ് ചെയ്തിട്ട് അങ്ങ് പോകുവാണോ, അങ്ങനെയുള്ള രീതിയിലൊക്കെ കുറേ ചോദിച്ച്. അപ്പോൾ ചേട്ടൻ ഭയങ്കര അത്ഭുതം, നമ്മളിങ്ങനെ ഉള്ള പൈസയ്ക്ക് ഇങ്ങനെ ട്രിപ്പ് അടിച്ച് നടക്കണം, ആ ഒരു രീതിയിൽ ചേട്ടന് ഭയങ്കര അത്ഭുതം. അപ്പോൾ ചേട്ടനും ചിലപ്പോൾ ആഗ്രഹങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെ ഒത്തിരി നേരം ഇങ്ങനെ ആലോചിച്ച് നിന്നു. പിന്നെ വേറെ വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു ചേട്ടനപ്പോൾ. എനിക്ക് തോന്നുന്നു ചേട്ടൻ്റെ മനസ്സിൽ നല്ല ആഗ്രഹമുണ്ട്, ട്രിപ്പൊക്കെ പോകണം, ഇതുപോലെ പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ചേട്ടൻ കല്യാണം കഴിച്ചിട്ടില്ല, കല്യാണം നോക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു 3-4 മാസത്തിനുള്ളിൽ കല്യാണം ആകുമെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതേ ചേട്ടനെ കൂടെ, ചേട്ടൻ്റെ പേര് കൃഷ്ണ എന്നാണ് ചേട്ടൻ്റെ പേര്. ചേട്ടൻ ഞങ്ങളെപ്പോലെയല്ല കേട്ടോ. ചേട്ടന് നന്നായിട്ട് ഭാഷയൊക്കെ ഇംഗ്ലീഷ് അറിയാം, ഹിന്ദിയൊക്കെ നന്നായിട്ട് അറിയാം. ഞങ്ങൾക്കെല്ലാം തോടാ എങ്ങനെയൊക്കെയോ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ചേട്ടൻ പരമാവധി കഷ്ടപ്പെട്ട് ഞങ്ങൾ മനസ്സിലാക്കിക്കുന്നു. ഞങ്ങൾ മനസ്സിലാക്കിയെടുത്ത് എന്തൊക്കെയോ പറയുന്നു. ഏകദേശം ഞങ്ങൾ പറഞ്ഞ ഉത്തരമൊക്കെ ശരിയാണ്. അപ്പോൾ അതെന്താ പറയുക, നമ്മുടെ ഈ യാത്രയ്ക്ക് പ്രത്യേകിച്ച് ലാംഗ്വേജ് ഒന്നുമില്ല. ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഒത്തിരി പേര് ചോദിച്ചു, നിങ്ങൾക്ക് ഹിന്ദി അറിയോ, ഇംഗ്ലീഷ് അറിയോ, ഒന്നും അറിയില്ലോ, പിന്നെ എങ്ങനെ അവിടം വരെ എത്തും, തിരിച്ചു വരും, അതൊക്കെ ചോദിച്ചു. അപ്പം ഞങ്ങൾക്കും അതൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും പിന്നെ നമുക്ക് ആംഗ്യഭാഷ ഉണ്ടല്ലോ, ചോറ്, വെള്ളം, വിശക്കുന്നു, ബാത്റൂമിൽ പോകണം, ഇതൊക്കെ നമുക്ക് ആംഗ്യം കൊണ്ട് കാണിക്കാമല്ലോ. ആ ഒരൊറ്റ പ്രതീക്ഷയിൽ പോകുന്നത്. പിന്നെ അവിടുന്ന് പോന്നപ്പോൾ കുറേച്ചിട്ട് സംസാരിച്ച് ഇവിടം വരെ വന്നപ്പോൾ എന്തൊക്കെയോ ചില വാക്കുകളൊക്കെ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് ഞങ്ങൾ അങ്ങോട്ട് സംസാരിക്കും, അവർ പറയുമ്പോഴത്തേനും ഞങ്ങൾക്കും മനസ്സിലാവും. അത്ര തന്നെ, അത് മതി. ആരും പേടിക്കേണ്ട, ഭാഷ അറിയാത്തതുകൊണ്ട് ആരും ട്രിപ്പ് പോകാതിരിക്കരുത്, പോവുക.